ഒന്ന് തന്നെ. ശുശ്രൂഷകളിൽ വൈവിധ്യമുണ്ടെങ്കിലും കർത്താവ് ഒന്ന് തന്നെ. പ്രവൃത്തികളിൽ വൈവിധ്യമുണ്ടെങ്കിലും എല്ലാറ്റിനും എല്ലാമായ ദൈവം ഒന്ന് തന്നെ. ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാം അധ്യായം 26-ാം വചനത്തിലൂടെ ബ്രദർ പറഞ്ഞു, ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു, അവന് ജീവനില്ലായിരുന്നു. ഉൽപ്പത്തി 2:7 അവൻ തൻ്റെ നാസാന്തരങ്ങളിലേക്ക് ഊതിയപ്പോൾ അവന് ജീവനുണ്ടായി, അവൻ ജീവനുള്ളവനായിത്തീർന്നു. ദൈവം അവൻ്റെ മുഖത്തേക്ക് നോക്കി, അവൻ്റെ ഹൃദയത്തിൻ്റെ ഭാവനയും ചിന്തയും ദുഷിച്ചത് മാത്രമാണെന്ന് ദൈവം കണ്ടു. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിൽ പരിതപിച്ചു, അത് അവിടുത്തെ ഹൃദയത്തെ വേദനിപ്പിച്ചു. നാം ഓരോരുത്തരും ഓരോ ദിവസവും ദൈവത്തെ പല വിധത്തിലായി വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നിമിഷങ്ങളെ ഓർത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ബ്രദർ പറഞ്ഞു, ആത്മാവ് സന്നദ്ധമാകണമെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കണം. ആത്മാവിനോട് പ്രാർത്ഥിക്കണം, ഈശോയോടും പ്രാർത്ഥിക്കണം. നമ്മളൊന്നും പ്രാർത്ഥിക്കേണ്ട, മറ്റൊന്നിനെക്കുറിച്ചും പ്രാർത്ഥിക്കേണ്ട. പരിശുദ്ധാത്മാവിനോടും ഈശോയോടും മാത്രം പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞപ്പോൾ ഈ രാത്രിയിൽ ഞാൻ മറ്റൊന്നും പ്രാർത്ഥിച്ചില്ല. ഈശോയോടും പരിശുദ്ധാത്മാവിനോടും മാത്രം പ്രാർത്ഥിച്ചു. പരിശുദ്ധാത്മാവേ, ഈ കാലഘട്ടത്തിനനുസരിച്ചുള്ള പ്രബോധനവും ഈ കാലഘട്ടത്തിനനുസരിച്ചുള്ള ബോധ്യങ്ങളും നൽകി മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ തക്കവിധം പരിശുദ്ധാത്മാവിനെ എൻ്റെ മേൽ അയക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. പരിശുദ്ധാത്മാവേ, ഞാൻ അങ്ങിൽ പൂർണ്ണമായും എന്നെ അടിയറ വയ്ക്കുന്നു എന്ന് പ്രാർത്ഥിച്ചപ്പോൾ ബ്രദർ പ്രാർത്ഥിച്ച കർത്താവിൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. എനിക്കൊത്തിരി ഉത്കണ്ഠകളുണ്ടായിരുന്നു ഇവിടെ വന്നപ്പോൾ. ഈ ധ്യാനം പൂർത്തിയാക്കാൻ പറ്റുമോ, ഈ ധ്യാനത്തിൽ കൂടാൻ പറ്റുമോ എന്നൊക്കെ വിചാരിച്ചു. എൻ്റെ പ്രിയപ്പെട്ട വട്ടാലച്ചൻ എന്നോട് പറഞ്ഞു, ഈ ധ്യാനം കൃത്യമായും കൂടണം, കാരണം പുതിയ ഉൾക്കാഴ്ചകൾ തരാൻ ദൈവം ആഗ്രഹിക്കുന്നു, ഇത് കൂടാതിരിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കൂടുതൽ പ്രചോദനമുണ്ടായി. അതനുസരിച്ച് പ്രാർത്ഥിച്ചു. പിതാവായ ദൈവത്തിൻ്റെ ആത്മാവും ജീവനും നമ്മുടെ ഉള്ളിലുള്ളിടത്തോളം കാലം നമ്മുടെ ഉള്ളിലുള്ളവൻ പുറമേയുള്ളവനേക്കാൾ ശക്തനാണെന്ന ബോധ്യം പൂർണ്ണമായും കിട്ടി. ഓരോ വിശുദ്ധ കുർബാനയിലൂടെയും ഈശോയെ പൂർണ്ണമായും അനുഭവിച്ചറിയുവാൻ ഓരോ ദിവസവും നമുക്ക് സാധിക്കുന്നു. നമ്മുടെ ഹൃദയത്തിൽ ഓരോ ദിവസവും എഴുന്നള്ളി വരുന്ന ഈശോയുടെ സ്നേഹം അനുഭവിക്കുവാൻ നമ്മളെ പൂർണ്ണമായും വിട്ടുകൊടുക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചുകൊള്ളും. നമ്മുടെ മനസ്സാക്ഷി, നമ്മുടെ ഉപബോധ മനസ്സ്, അബോധ മനസ്സ്, ബോധ മനസ്സ്, ആന്തരികേന്ദ്രിയങ്ങൾ, പഞ്ചേന്ദ്രിയങ്ങൾ എല്ലാം കഴുകി വിശുദ്ധീകരിക്കപ്പെടുമ്പോഴാണ് പരിശുദ്ധാത്മാവ് നമ്മളിൽ പൂർണ്ണമായും പ്രവർത്തിക്കുന്നതെന്ന ബോധ്യം പൂർണ്ണമായും ലഭിച്ചു. അതുകൊണ്ട് ഈ ധ്യാനം വളരെ അനുഭവവും അനുഗ്രഹവും വളരെ പ്രചോദനവുമായി എനിക്ക് അനുഭവപ്പെട്ടു. എല്ലാവർക്കും എല്ലാറ്റിനും ഉപരിയായി പരിശുദ്ധാത്മാവിനെ കിട്ടിയാൽ ഈ ലോകത്തിൽ മറ്റൊന്നും വേണ്ട എന്ന പൂർണ്ണമായ ബോധ്യവും പൂർണ്ണമായ ഉറപ്പും 100% അതിൽ വിജയം ലഭിക്കുമെന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നു. വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്ത ഉണ്ട് എന്ന ബോധ്യവുമാണെന്ന് ഹെബ്രായർ 11:1 വിശ്വസിച്ചുകൊണ്ട് ബ്രദറിൻ്റെ എല്ലാ ക്ലാസ്സുകളും ഈ കാലഘട്ടത്തിനനുസരിച്ചുള്ള പ്രചോദനമരളട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വലിയ വലിയ പ്രവാചകനായി ലോകത്തിൽ മുഴുവനും യേശുവിന് വേണ്ടി സാക്ഷ്യം വഹിക്കാൻ കൂടുതൽ ആയുസ്സും ആരോഗ്യവും ദീർഘായുസ്സും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. ഇപ്പം തന്നെ പറഞ്ഞത് ദീർഘായുസ് വേണ്ട, സ്വർഗത്തിൽ പോയിട്ട് കൂടുതൽ ചെയ്യണമെന്നല്ലേ? ഓക്കെ, ആ